എങ്ങനെയാണ് ആളെ കൂടെ കൂട്ടാം ഫിഷിങ്ങിലേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയ എപ്പോഴാണ്? തോന്നൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സ്റ്റാർട്ട് ചെയ്ത് അത് ഫിഷിംഗ് ബേസിൽ തന്നെ തുടങ്ങിയതാണ്. അങ്ങനെ വന്നു. പിന്നെ പുള്ളി സിനിമയിലൊക്കെ വർക്ക് ചെയ്യുക, പുള്ളിക്ക് തിരക്ക് കാര്യങ്ങൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ വന്നുകൊണ്ട് ചെയ്യാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത ഓപ്ഷൻ എൻ്റെ കൂടെ ഉള്ളത് ഇവളാണ്. നേരെ അവളെ കൂടെ കൂട്ടി ഫിഷിംഗ് പഠിപ്പിച്ചു. അങ്ങനെ ഒരു ചാനലാണ്ട് മുന്നോട്ട് പോയി. ഈ പെൺകുട്ടിയെ കൂടെ കൂട്ടുമ്പോൾ പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ് പൊതുവെ. നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പെൺകുട്ടീനെ എന്തിനാണ് കൂടെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കില്ലേ? അത് തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ ഡ്രസ്സ് ഒന്നും ഇട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഈ തട്ടോടാത്ത പ്രശ്നം അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. തട്ടോടാത്ത പ്രശ്നം ഇപ്പോഴും ഉണ്ട് അവിടെ. പറയാറുണ്ട്, വീഡിയോയുടെ ഇടയിൽ കമന്റ് തന്നെ ഒരുപാട് വരാറുണ്ട്. ഇന്നലെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും തട്ടോടാത്തത് അല്ല എന്തുകൊണ്ടെന്നല്ല, തെറി പറയാ അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. തട്ടിയിടാത്തോണ്ട് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തെറി പറഞ്ഞ് ചീത്ത പറയുന്ന ആൾക്കാര്. ഓ, നിങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ടോ അതിനൊക്കെ? അതായത് കമന്റ്സ് എന്ന് വെച്ചാലും ചിലതിന് നമ്മൾ തിരിച്ച് നല്ലപോലെ കൊടുക്കും. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ആളുടെയും കാഴ്ചപ്പാട് പ്രകാരം ഹ്യൂമൻസ് എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാളുടെയും ബേസ്. അത് എവിടെ ആയാലും ഇപ്പം ഞാനും ഒരുപാട് ഞങ്ങളിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ശരിക്കും ഒരു 3 മാസത്തിലാണ് ഇക്ക കൂടെ ഉള്ളത്. അതല്ലാതെ ഞാനാണ് ഒറ്റയ്ക്ക് ട്രിപ്പും കാര്യങ്ങളും ട്രാവലിംഗ് ഒക്കെ പോയി ഫിഷിങ്ങിനൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന ഏരിയാസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലായിരിക്കും. ജാതിയോ മതമോ അങ്ങനെ ഒന്നും നോക്കാത്ത ഒരാളായതുകൊണ്ട് എവിടെയും നമുക്കൊരു സ്വീകാര്യതയുണ്ട്. എവിടെ പോയാലും നീ ഇങ്ങോട്ട് കയറണ്ട അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് ഒരാളും പറയില്ല. അതുപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ ഉള്ളിൽ മതം എൻ്റെ മനസ്സിൽ മാത്രം മതി എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മതം തട്ടം മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പ്രാന്തമരാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ആൾക്കാരാണ്. ശേഷം ഞങ്ങളുടെ ഫാമിലി ഭയങ്കര വിശ്വാസം കാര്യങ്ങളുണ്ട്. ഇവളുടെ ഉമ്മയിലും എൻ്റെ ഉമ്മയിലും അവരുടെ ഇതിൽ അവർക്ക് നിർബന്ധിക്കുന്നില്ല. ഞങ്ങളുടെ വഴിക്ക് പോകും. അവർ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളെ കൂട്ടുന്നത്? ഇപ്പം പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പണ്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു. എങ്കിലും ചെറിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉള്ളതാണ്. പെൺകുട്ടികൾ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല, ഇതൊക്കെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് അവരുടെ ഇടയിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം പേരൻസ് ഒന്നും പറഞ്ഞില്ല? പേരൻസിന് കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. ഇക്കാക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരുടെ ഞങ്ങൾ രണ്ടുപേരും ഉമ്മമാർ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 2 മാസമായിട്ട് ഞങ്ങൾ പാലക്കാടുള്ളത്. ആളുടെ ഇവിടെ കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് അവിടെയാണ് താമസം. അപ്പൊ മോള് ഞങ്ങൾ ചാനലൊക്കെ പോണതുകൊണ്ട് ഇങ്ങനെ ഞാൻ യാത്രയൊക്കെ പോണതുകൊണ്ട് ആരും നോക്കാനില്ലാത്തതുകൊണ്ട് എൻ്റെ മകളിൽ എൻ്റെ ഉമ്മയാണ് പാലക്കാടാണ് അവിടെ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും, ആരുടെ ഏൽപ്പിക്കും, അപ്പോൾ നീ ചൂണ്ടിടാൻ പോലെ നീ നിന്റെ മകളെയും കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു വാക്കൊന്നുമില്ല. നല്ലപോലെ രണ്ടുപേരും നല്ലൊരു പൊന്നുപോലെ നോക്കും. അതായത് ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് എല്ലാവരുടെയും പോയി വരാം. അതെ, അത് തന്നെ വലിയൊരു ബ്ലെസ്സിങ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇവന്മാരെ എപ്പോഴാണ് കൂടെ കൂട്ടി തുടങ്ങിയത്? ഇവന്മാരെന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിൽ ഞാൻ അധികം ഉണ്ടാവാറില്ല. ഈ വെക്കേഷൻ സമയത്താണ് ഞാൻ ശരിക്കും പാലക്കാട് എൻ്റെ വീട്ടിൽ താമസമായി നിൽക്കാൻ തുടങ്ങിയത്. താമസമായി മീൻസ് ഞങ്ങൾ യാത്ര പോകും, പക്ഷെ എന്നാല് ഇപ്പൊ അടുപ്പിച്ച് നിൽക്കണ ഇപ്പൊ ഈ 2 മാസമായിട്ടാണ്. അപ്പോന്ന് വെച്ചാൽ ഇവര് എൻ്റെ വീട് കടന്നിട്ട് വേണം ഇവന്റെ വീട് പോകാൻ. എൻ്റെ വീട്ടിൽ ഉമ്മർത്താണ് അവൻ്റെ വീട്. അപ്പൊ ഇവന്റെ വീട്ടിലേക്ക് ഇവർ രണ്ടാളും കളിക്കാൻ വരെങ്കിലും കണ്ടു ചിരിക്കുന്നല്ലാണ്ട് അങ്ങനെ അധികം വീട്ടിലേക്ക് വരിക അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചാനലൊക്കെ സെറ്റായി ഇങ്ങനെ എല്ലാവരും അറിഞ്ഞ് കണ്ടൊക്കെ തുടങ്ങിയപ്പോൾ ഇവർക്കൊരു ആഗ്രഹമായി. പിന്നെ എന്നെ കാണുമ്പോൾ താത്ത വന്നാ ഇപ്പൊ വന്ന് എന്നൊക്കെ കേട്ടിട്ട് വരും. പിന്നെ മെല്ലെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സർബത്ത് ഉണ്ടാക്കുന്ന വീഡിയോയിലാണ് സിൽവർ പ്ലേ ബട്ടൺ കാണാൻ വേണ്ടിട്ട് സിൽവർ പ്ലേ ബട്ടൺ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടാണ് ഫസ്റ്റ് ടൈം വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവരുടെ കൂടെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത്. നീ എന്റെ വീട് ഉമ്മർത്തല്ലേ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞത്. ഈ സിൽവർ പ്ലേ ബട്ടൺ കാണാനുള്ള ഒരു ആകാംക്ഷ എത്രത്തോളം ഉണ്ടായിരുന്നു? നല്ലോണം ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ വിചാരിച്ചു? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.